ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 2 മാസത്തേക്ക് തീർത്ഥാടനത്തിന് പോയ ശ്രീനി ഇന്നെങ്ങനെ ടൗണിലെത്തി? മായയെ വിളിച്ചിട്ട് എന്തുകൊണ്ട് അവള് ഫോൺ എടുക്കുന്നില്ല? അല്ല, താൻ തന്നെ പറ, ആ കുട്ടിയുടെ കൺഫ്യൂഷൻ ഇല്ലേ? ഉറപ്പായിട്ടും. പക്ഷേ നമ്മൾ എവിടെ നിന്ന് എങ്ങനെ അന്വേഷണം തുടങ്ങും? അന്വേഷിക്കാൻ എന്നെക്കാൾ എളുപ്പം തനിക്കല്ലേ? കാരണം ഒരു ഫോഴ്സ് മുഴുവൻ തന്റെ കൂടെ ഉണ്ട്. അവർ ഇപ്പൊ ഏത് പോലീസ് അതിർത്തിയിലാണ് ഉള്ളതെന്ന് തനിക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അതിനാ തന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. സംഗതിയൊക്കെ നേരാ. ഞാൻ വിചാരിച്ച അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എന്ത് പക്ഷേ? മായാലക്ഷ്മി മേഡം ഫോൺ എടുക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കേസിൽ നമുക്ക് ദുരൂഹത ആരോപിക്കാൻ പറ്റില്ലല്ലോ. ടൗണിൽ വെച്ച് ഡോക്ടർ കണ്ടത് ശ്രീനിവാസൻ സാറിനെ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട ആവശ്യം എന്താ അവർക്ക്? വീട് പൂട്ടിയിട്ട് ടൂറ് പോകുന്നുവെന്ന് ഡോക്ടർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ത് ലാഭം അവർക്കുള്ളത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാലേ ഞാൻ കുഴഞ്ഞു പോകും. അത് കണ്ടുപിടിക്കാനല്ലേ ഞാൻ തന്നെ സഹായം ചോദിച്ചത്. മായ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, അവരെന്തോ തിരക്കിലായതുകൊണ്ടാണ് ഫോൺ എടുക്കാഞ്ഞത്. അറ്റൻഡ് ചെയ്യ ഡോക്ടറെ, എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കുക. ഹലോ മായ. സ്വാമിയേട്ടൻ എന്നെ വിളിച്ചായിരുന്നു അല്ലേ? അതെ, ഞാൻ 1-2 തവണ ശ്രമിച്ചു. നീ എന്താ ഫോൺ എടുക്കാത്തെ? അത് ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. നീയാണോ വണ്ടി ഓടിക്കുന്നത്? അതെ ഏട്ടാ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ മായേ, അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല. തീർത്ഥാടനമല്ലേ? ശരി. നിങ്ങൾ എന്നത്തേക്കാ മടങ്ങി വരുന്നത്? ഹലോ മായേ. അതും തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എവിടെയാ ഉള്ളത്? ഹലോ ഹലോ മായ. ഇതാ മതി, അത്ര മതി. ബാക്കിയാണ്. എന്നാലും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അവളുടെ ശബ്ദത്തിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. പറയുന്നതിനൊന്നും ഒരു ബലം പോരാ. അവരിപ്പോ എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചപ്പോ അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. അത് കട്ടായി പോയതും ആയിക്കൂടെ? ആവാം. പക്ഷേ മനസ്സിനെന്തോ ഒരു വല്ലായ്മ. കണ്ടതും കേട്ടതും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ ആകെ ഒരു ദുരൂഹത. ഏതായാലും ശരവണൻ അന്വേഷണം അവസാനിപ്പിക്കണ്ട. ഇതുവരെ നമുക്ക് ആദിത്യനെയും പൂജയും മാത്രം അന്വേഷിച്ചാൽ മതിയായിരുന്നു. ഇപ്പോ മായയും ശ്രീനിയും കൂടി ആ ലിസ്റ്റിൽ വന്നു. ജോലി കുറച്ച് കൂടി. പക്ഷെ പിന്മാറാൻ പറ്റില്ലല്ലോ. തോൽക്കാൻ വേണ്ടി അല്ലല്ലോ ഞാൻ ഈ യുദ്ധം തുടങ്ങി വെച്ചത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്താ മുത്തശ്ശി? ഞാനൊരു തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിച്ചു. തീർത്ഥാടനോ? അതെ, കാശി, രാമേശ്വരം, ചിദംബരം, ഹരിദ്വാർ, കൈലാസം, അങ്ങനെ ഒരു നീണ്ട യാത്ര. നേരത്തെ മുത്തശ്ശി പറഞ്ഞത് എല്ലാ മലയാള മാസം 1-ാം തീയതി ശബരിമലയ്ക്ക് പോകുന്നില്ലേ? തൽക്കാലം അവിടെ പോയാ പോരെ? പോരാ,
അവിടെയും പോണം, എല്ലായിടത്തും പോണം. എവിടെ ആത്മശാന്തി കിട്ടുന്നോ അവിടെയെല്ലാം ഞാൻ പോകും. ഈ മാനസികാവസ്ഥയിൽ മുത്തശ്ശി എവിടെ പോയിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ തോന്നലുകൾക്കനുസരിച്ചല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എന്റേതായ തീരുമാനങ്ങളുണ്ട്. എനിക്ക് ഈ ജീവിതം മടുത്തു. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ സന്യസിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മുത്തശ്ശി, അമ്മ ഒരു കാര്യം തീരുമാനിച്ചതാ. ആ പാവത്തിന്റെ മനസ്സ് അത്രയ്ക്കും തകർന്നിരിക്കുക. അതിന്റെ ഉത്തരവാദികൾ നമ്മൾ കൂടിയാണെന്ന് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യമോനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അമ്മയെ നമുക്ക് നഷ്ടപ്പെടും മോളെ. അമ്മ പോയാ പിന്നെ ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ചേച്ചി, കൂടെ കൂട്ടാൻ അമ്മ തയ്യാറായ ഞാനും കൂടെ പോ. അല്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. എനിക്ക് ദത്തേട്ടനോട് വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അമ്മി? മുത്തശ്ശി ഈ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചു. പോകാനോ? എങ്ങോട്ട്? തീർത്ഥാടനം എന്നാ പറഞ്ഞത്. പക്ഷേ അത് വെറൊരു തീർത്ഥാടനം അല്ലെന്ന് എനിക്കറിയാം. ഒളിച്ചോട്ട, നമ്മളിൽ നിന്നുള്ള ഒളിച്ചോട്ടം. ദത്തേട്ടൻ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മുത്തശ്ശിയെ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ നമുക്കതൊരു തീരാ വേദനയാവും. ആദ്യം കണ്ടെത്തി കൊണ്ടുവരാൻ ദത്തേട്ടന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മുത്തശ്ശി പോകുന്നതിന് മുൻപ് വേണം. ആദ്യം മടങ്ങിയെത്തിയ ചിലപ്പോ മുത്തശ്ശിയും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു വരും. എനിക്കെന്റെ മുത്തശ്ശി വേണം ദത്തേട്ട. കരയല്ലേ അമ്മി, കരയല്ലേ. കൊണ്ടുവരും, ഞാനും അവനെ കൊണ്ടുവരും. ആരാ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ആരെ? ആ ചത്തുപോയ കടപ്പുറത്തുകാരൻ ചെറുക്കനില്ലേ, അവന്റെ തലയാ. അവർക്കെന്താ ഇവിടെ കാര്യം? എന്താ ചോദിച്ചു കേട്ടില്ലേ? ഇവിടെ ആരും ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. പിന്നെന്തിനാ അവരിവിടെ വന്നേ? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെന്ന പ്രയോഗം വേണ്ട. നിനക്കറിയില്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. മിണ്ടാതെ രണ്ടു ഇതിനകത്തിരുന്നോണം. ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്തു കേൾക്കരുത്. മനസ്സിലായോ? എന്ത് വേണം? സാറിന് എന്നെ മനസ്സിലായില്ലയോ? ഞാൻ ഷാനുന്റെ ഉമ്മയാ, ഫാത്തിമ. അത് മനസ്സിലായി. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്നാ ചോദിച്ചേ? അത് കൊള്ളാം. ഇവിടെ അല്ലാതെ എനിക്ക് എവിടെയാ സാറേ കാര്യം?
മനസ്സിലായില്ല. അകത്ത് കളക്ടർ മായാലക്ഷ്മി ഇല്ലേ? വിളിക്ക്, അവർക്ക് കാര്യം മനസ്സിലാവും. അവക്ക് മനസ്സിലായോണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതേ എന്റെ വീടാ, ശ്രീനിവാസൻ IASന്റെ വീട്. അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ, ഇത് ഞങ്ങളുടെ പൂജമോളുടെ വീട് കൂടിയാ.